ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വന്നിട്ടുള്ള രണ്ട് കേക്ക് ഓർഡറിൻ്റെ വിശേഷങ്ങളാണ്. അതായത് നമുക്കൊരു ഹാഫ് KG വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെയും അതുപോലെ 1 KG വാനില കേക്കിൻ്റെയും ഒരു ഓർഡർ ഉണ്ടായിരുന്നു. സോ നമ്മൾ അതിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാണ്. എനിക്ക് ഈ അടുത്ത് വന്നിട്ടുള്ള എല്ലാ ഓർഡറുകളും ഏകദേശം പിങ്ക് ഷെയ്ഡിലുള്ള കേക്കുകളാണ്. സോ നമ്മുടെ കേക്കുകളൊക്കെ ഓൾമോസ്റ്റ് ഒരുപോലെയാണ് ഇരിക്കുന്നത്. പിങ്ക് വൈറ്റ് ആ ഒരു കളർ കോമ്പിനേഷനിലാണ് പോകുന്നത്. കസ്റ്റമർ പറയണത് ആ ഒരു കളർ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഹാഫ് KG വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ഈ ഒരു കേക്ക് നമ്മൾ 1 KG വരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. പുതിയൊരു കസ്റ്റമറാണ്, പക്ഷെ ഇതിപ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവരാണ് അവർ സ്ഥിരമായിട്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഹോം ബേക്കിംഗ് ചെയ്യുന്നവരെന്ന് വാങ്ങിച്ചത്. അപ്പോൾ അത് 1 KG പറഞ്ഞിട്ട് അതിലും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് കേട്ടോ. ടേസ്റ്റും ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റിയും കൂടുതലുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു ഹാഫ് KGയുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്തിലേക്കും കൂടി നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട് സെയിം കസ്റ്റമറിൻ്റെ തന്നെ. ഈ ഒരു കേക്ക് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ആലുവയിലാണ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ കസ്റ്റമർ പറഞ്ഞതിനേക്കാളും ഒരു 10 മിനിറ്റ് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആൾ വന്നു, നമ്മൾ കേക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് ബേക്കിംഗ് ഐറ്റംസ് തന്നെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബേക്കേഴ്സ് ഷോപ്പിലാണ് കേട്ടോ പോകാറുള്ളത്, മെയിനായിട്ട് ആലുവയിൽ. പിന്നെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഓൺലൈനിൽ കിട്ടാതെ അങ്ങനെ ഓൺലൈനിൽ വാങ്ങിക്കാറുണ്ട്. അല്ലാത്തതെല്ലാം നമ്മൾ ബേക്കേഴ്സിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ ആ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് വേണം കസ്റ്റമർ കളക്ട് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞ് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ബേക്കിംഗ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോണ്ടല്ലോ മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ടോപ്പേഴ്സും ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ പുതിയതായിട്ട് കാണുമ്പോൾ നമുക്കതൊക്കെ വാങ്ങിക്കാൻ തോന്നും. അത് വല്ലാത്തൊരു ടെൻഡൻസിയാണ്. എനിക്ക് തോന്നുന്നു ബേക്കിംഗ് ചെയ്യുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഞാൻ പറയണത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. ഇനി പുതിയ കേക്കിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്